നമസ്കാരം. എല്ലാവർക്കും ചെറിയ അറിവുകളിലേക്ക് സ്വാഗതം. ഞാൻ ഈ പ്രവാസ ജീവിതത്തിൽ ഒരു രസകരമായ പലതും കേട്ടിട്ടുണ്ട്. അതിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഓരോന്നായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു ചെറിയ സംഭവമാണ്. വല്ലാതെ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങളെ വല്ലാണ്ട് ബോറടിപ്പിക്കുന്നില്ല. അതായത് എൻ്റെ അളിയൻ, അതായത് എൻ്റെ പെങ്ങളുടെ ഭർത്താവ്, കാരണം ഇവിടെ അബുദാബിയിൽ തന്നെ ഉണ്ട്. അപ്പം അദ്ദേഹം ഇടയ്ക്ക് എൻ്റെ അടുത്ത് കാണാൻ വരാറുണ്ട്. അപ്പം എപ്പോഴും വന്നു കഴിഞ്ഞാൽ പറയും, ഞങ്ങളൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോഴൊക്കെ പറയാം, അളിയ നമ്മളുടെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രവാസികളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂക്കാരുടെ ദമ്മ് ബിരിയാണി പൊട്ടിക്കുന്ന പോലെയുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, കണ്ണൂക്കാർ ദമ്മ് ബിരിയാണി പ്രവാസിയും കൂട്ടിയിട്ട് എന്താണ് അളിയ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ഈ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു മൂടിയൊക്കെ ഇട്ട് അമർത്തി അതിനെങ്ങനെ മൈദമാവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മൂടും. കാരണം ആവി പുറത്തു പോകാൻ പാടില്ല. പിന്നെ ആവിയിൽ അത് ഇരുന്നിട്ട് ഇങ്ങനെ പാകമാവണം. അതാണ് ദമ്മി ബിരിയാണി. ഈ ദമ്മ് ബിരിയാണി എന്ന് പറയുമ്പോൾ വായിൽ വെള്ളം വരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ദമ്മ് ബിരിയാണി അങ്ങനെ വെക്കുമ്പോൾ എല്ലാവരും നാല് പുറം ഇങ്ങനെ നടക്കും. കാരണം ഒരു ചെറിയൊരു മണം പുറത്തേക്ക് ഉണ്ടാവും. ഇത് പൊട്ടിച്ചാൽ എന്താണാവോ? അത് പൊട്ടിച്ചാൽ എന്താ, അപ്പം വരുന്ന മണം തന്നെ. അത് കഴിഞ്ഞു. അതുപോലെയാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. കാരണം എന്താ, പ്രവാസി ഇവിടുന്ന് കൊണ്ടുവരുന്ന ഒരു പെട്ടി, ആ പെട്ടിയിൽ കുട്ടികൾക്കൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടാവും, എന്താണ് അതിൻ്റെ ഉള്ളിൽ. സത്യത്തിൽ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആകെ 4 ഉറുപ്പിയുടെ കുറച്ച് ടോയ്സ് ഉണ്ടാവും, കുറച്ച് മറ്റേ 1 കിലോ ചോക്ലേറ്റിന് ഒരു 4 ദിർഹംസ് അല്ലെങ്കിൽ ഒരു 5 ദിർഹംസുള്ള കുറച്ച് ചോക്ലേറ്റ് ഉണ്ടാവും, കാര്യങ്ങൾ. ബസ് അത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പാവപ്പെട്ട പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പോൾ. അപ്പം അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. കാരണം ഇതാണിപ്പോൾ, അത് തന്നെയാണ് പുള്ളി ഉദ്ദേശിച്ചത്. കാരണം വെച്ചാൽ ഈ ദമ്മ് ബിരിയാണി ആയിട്ട് താരതമ്യപ്പെടുത്തിയത്, പ്രവാസി ദമ്മ് ബിരിയാണി ആയിട്ട് താരതമ്യപ്പെടുത്തിയത് അത് തന്നെയാണ്. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു അത് എനിക്ക്. അപ്പം അത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു ചെറിയൊരു സംഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. അത്ര തന്നെ. നമസ്കാരം.